ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ കാലഘട്ടം വലിയൊരു പരിവർത്തനത്തിൻ്റെതാണ്. രോഹിത് ശർമ്മയ്ക്ക് ശേഷം സൂര്യകുമാർ യാദവ് 2020 ഫോർമാറ്റിൽ ഇന്ത്യൻ ടീമിനെ മികച്ച രീതിയിലാണ് നയിക്കുന്നത്. എന്നാൽ ഒരു ദീർഘകാല നായകനെ കണ്ടെത്തുക എന്നത് ഇന്ത്യൻ സെലക്ടർമാർക്ക് മുന്നിലുള്ള എക്കാലത്തെയും വലിയൊരു വെല്ലുവിളിയാണ്. മലയാളി താരം സഞ്ജു, ശ്രേയസ് അയ്യർ, ഹർദിക് പാണ്ഡ്യ, ഗിൽ എന്നിവരുടെ പേരുകളായിരുന്നു നായക സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ സജീവമായി ഉണ്ടായിരുന്നത്. എന്നാൽ IPL-ലെ ആവർത്തിച്ചിട്ടുള്ള മാസ്മരികമായ പ്രകടനങ്ങളിലൂടെ ഈ ചർച്ചകളുടെ ഗതി തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് മധ്യപ്രദേശുകാരനായ ബാറ്റിംഗ് വിസ്മയം രജത് പട്ടിദാർ. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിശ്വസ്തനായ ഈ മധ്യനിര ബാറ്റർ വെറും ഒരു റൺ മിഷൻ മാത്രമല്ല, ഇന്ത്യൻ ടീമിന്റെ ഭാവി നായക സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കാൻ കെൽപ്പുള്ള ലീഡറാണെന്ന് അടിവരയിട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓഫ് സ്പിന്നർ അശ്വിൻ. തന്റെ യൂട്യൂബ് ചാനലായ ആഷ്കി ബാത്തിൽ അശ്വിൻ പങ്കുവച്ച നിരീക്ഷണങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു സംവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ക്രിക്കറ്റിനെ വളരെ തന്ത്രപരമായി വിശകലനം ചെയ്യുന്നതിൽ വിദഗ്ധനായ അശ്വിന്റെ വാക്കുകൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ പ്രാധാന്യമുണ്ട്. വെറുതെ ഒരു പ്രകടനത്തിന്റെ പേരിൽ താരങ്ങളെ പുകഴ്ത്തുന്ന രീതിയല്ല അശ്വിൻ്റേത്, മറിച്ച് കളിക്കാരുടെ സാങ്കേതിക തികവും സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും കൃത്യമായി വിലയിരുത്തിയാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള ആദ്യ ക്വാളിഫയർ മത്സരത്തിന് ശേഷം അശ്വിൻ നടത്തിയ പ്രതികരണം ശ്രേയസ് അയ്യർക്കും സഞ്ജുവിനും വ്യക്തമായൊരു മുന്നറിയിപ്പാണ്. പട്ടിദാറിന്റെ 33 പന്തിൽ 93 റൺസ് നേടിയ ഇന്നിംഗ്സ് വെറും ഒരു മാച്ച് വിന്നിംഗ് പ്രകടനം മാത്രമല്ലെന്നും അത് ഇന്ത്യൻ ടീമിന്റെ ലീഡർഷിപ്പ് ഗ്രൂപ്പിലേക്കുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ പ്രവേശന വിളംബരമാണെന്നും അശ്വിൻ നിരീക്ഷിക്കുന്നു. ഈ മാസ്മരിക ഇന്നിംഗ്സിന് മുൻപ് വരെ ഇന്ത്യൻ ടീമിന്റെ നായകത്വ ചർച്ചകളിൽ ശ്രേയസ് അയ്യർക്കായിരുന്നു കൂടുതൽ മുൻതൂക്കം. എന്നാൽ ഈ ഒരു ഒറ്റ രാത്രി കൊണ്ട് പട്ടിദാർ ആ വ്യത്യാസം ഇല്ലാതാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവൻ ശ്രേയസിനൊപ്പം എത്തിക്കഴിഞ്ഞു. സഞ്ജുവിനും ശ്രേയസിനും ഇത് വലിയൊരു വെല്ലുവിളിയാണ്, അശ്വിൻ വ്യക്തമാക്കി. ഒരു ബാറ്ററുടെ ക്ലാസ് അളക്കുന്നത് അവർ ലോകോത്തര ബൗളർമാരെ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ധർമ്മശാലയിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ദക്ഷിണാഫ്രിക്കൻ അതിവേഗ പേസർ റബാഡയെ പട്ടിദാർ നേരിട്ട രീതി ക്രിക്കറ്റ് പണ്ഡിതന്മാരെ പോലും അത്ഭുതപ്പെടുത്തി. മത്സരത്തിനിടയിൽ റബാഡയുടെ ഒരു എക്സ്ട്രാ ബൗൺസ് ഡെലിവറിയെ ബാക്ക് ഫുട്ടിൽ നിന്നുള്ള പട്ടിദാർ ലോങ് ഓണിന് മുകളിലൂടെ സിക്സറിലേക്ക് പറത്തിയിരുന്നു. ഈ ഷോട്ടാണ് അശ്വിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. റബാഡയെ പോലൊരു മണിക്കൂറിൽ 145 കിലോമീറ്ററിലധികം വേഗതയിൽ പന്തെറിയുന്ന ഒരു ബൗളർക്കെതിരെ ബാക്ക് ഫുട്ടിൽ കൺട്രോൾ നിലനിർത്തുക പ്രയാസമാണ്. ആ പർട്ടിക്കുലർ പൊസിഷനിൽ നിന്നും പന്തിന് അത്രയും ദൂരം സഞ്ചരിക്കാനുള്ള പവർ എങ്ങനെ പട്ടിദാറിന് ലഭിച്ചു എന്നത് അശ്വിനെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളിൽ ഒരാളെ ആദ്യ പന്ത് മുതൽ ബാക്ക് ഫുട്ടിലാക്കാൻ കഴിഞ്ഞത് പട്ടിദാറിന്റെ അസാധാരണമായ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ഈ ഷോട്ട് ഈ ടൂർണമെന്റിലെ മാത്രമല്ല, IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഷോട്ടുകളിൽ ഒന്നാണെന്നും അശ്വിൻ സാക്ഷ്യപ്പെടുത്തുന്നു. പേസ് ബൗളിങ്ങിനെതിരെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ സ്പിന്നർമാരിൽ ഒരാളായ റഷീദ് ഖാനെതിരെയും പട്ടിദാർ അനായാസമായാണ് റൺസ് കണ്ടെത്തിയത്. T20 ക്രിക്കറ്റിൽ റഷീദ് ഖാനെതിരെ വലിയ ഷോട്ടുകൾക്ക് മുതിരാൻ പല ബാറ്റർമാരും ഭയപ്പെടാറുണ്ട്. എന്നാൽ പട്ടിദാർ റഷീദിന്റെ ഗൂഗിളികളെയും ലെഗ് സ്പിന്നുകളെയും കൃത്യമായി ലീഡ് ചെയ്യുകയും ക്രീസിന് വെളിയിൽ ഇറങ്ങി സിക്സറുകൾ നേടുകയും ചെയ്തു. പേസിനെയും സ്പിന്നിനെയും ഒരുപോലെ അനായാസം നേരിടാൻ കഴിയുന്ന ബാറ്റർമാർ അന്താരാഷ്ട്ര തലത്തിൽ വളരെ അപൂർവമാണ്. സഞ്ജുവും ശ്രേയസും സ്പിന്നറിനെതിരെ മികച്ചവരാണെങ്കിലും അതിവേഗ പേസിനെതിരെ ചില സമയങ്ങളിൽ പതറാറുണ്ട്. എന്നാൽ പട്ടിദാറിന് ഇത്തരം സാങ്കേതിക പിഴവുകൾ ഇല്ലെന്നത് അദ്ദേഹത്തിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്ന ഫ്രാഞ്ചൈസിയുടെ ചരിത്രം പരിശോധിച്ചാൽ വിരാട് കോഹ്ലി, ഡിവിലിയേഴ്സ്, ഗെയിൽ തുടങ്ങിയ വമ്പൻ പേരുകളാണ് എപ്പോഴും ചർച്ചയാകാറുള്ളത്. എന്നാൽ ഇവരെല്ലാം സാക്ഷിയാക്കി RCBക്ക് തങ്ങളുടെ കന്നി IPL കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് രജത് പട്ടിദാറാണ്. മധ്യനിരയിൽ തകർച്ച നേരിടുമ്പോൾ ക്രീസിലെത്തി കളിയുടെ ഗതി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അത്ഭുതകരമാണ്. ഇത്തവണത്തെ ആദ്യ ക്വാളിഫയറിലും RCB പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ പട്ടിദാർ ക്രീസിലെത്തുന്നത് വെറും 33 പന്തുകളിൽ നിന്നും പുറത്താകാതെ 93 റൺസ് അടിച്ചുകൂട്ടി അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് ടീമിനെ തുടർച്ചയായി രണ്ടാം ഫൈനലിലേക്ക് നയിച്ചു. വലിയ മത്സരങ്ങളിൽ സമ്മർദ്ദമില്ലാതെ കളിക്കാൻ സാധിക്കുന്നു എന്നത് ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ലക്ഷണമാണ്. രജത് പട്ടിദാറിന്റെ ക്രിക്കറ്റ് ജീവിതം അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ മധ്യപ്രദേശിനായി വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത ശേഷമാണ് അദ്ദേഹം IPL-ലേക്ക് എത്തുന്നത്. പരിക്കുകളും ഫോമില്ലായ്മയും കരിയറിനെ ബാധിച്ചപ്പോഴും ശക്തമായി തിരിച്ചു വരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു ക്യാപ്റ്റന് വേണ്ട ഏറ്റവും വലിയ ഗുണം മാനസിക കരുത്താണ്. പരിക്കിന് ശേഷം ടീമിൽ തിരിച്ചെത്തി RCB പോലൊരു വലിയ ഹൈപ്പുള്ള ടീമിന്റെ നട്ടലായി മാറുക എന്നതും ചെറിയ കാര്യമല്ല. വിരാട് കോഹ്ലിയെ പോലുള്ള ഒരു ഇതിഹാസ താരം കൂടെയുള്ളപ്പോൾ പോലും സ്വന്തം ശൈലിയിൽ കളിച്ച് ടീമിനെ ജയിപ്പിക്കാൻ പട്ടിദാറിന് സാധിക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അശ്വിന്റെ പ്രസ്താവന ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെയും സെലക്ഷൻ കമ്മിറ്റിയുടെയും കണ്ണ് തുറപ്പിക്കുന്നതാണ്. സാധാരണയായി IPL ക്യാപ്റ്റന്മാരെയാണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസി ചർച്ചകളിലേക്ക് പരിഗണിക്കാറുള്ളത്. എന്നാൽ ക്യാപ്റ്റൻസി പരിചയം മാത്രമല്ല, സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനെ ഒറ്റയ്ക്ക് ചുമരിലേറ്റാൻ കഴിയുന്ന താരങ്ങളെയാണ് നായകരാക്കേണ്ടതെന്ന പുതിയ ചിന്താഗതിയാണ് അശ്വിൻ മുന്നോട്ട് വെക്കുന്നത്. സൂര്യകുമാർ യാദവിന്
ശേഷം ടീമിൽ ഒരു പുതിയ തലമുറ മാറ്റം വരുമ്പോൾ പട്ടിദാറിനെ പോലെയുള്ള ഒരു കൂൾ ആൻഡ് കംബോർഡ് കളിക്കാരനെ ടീമിന്റെ കോർ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. അശ്വിൻ ഉയർത്തിയ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നതിലും തർക്കമില്ല. ശ്രേയസ് അയ്യരും സഞ്ജുവും തങ്ങളുടെ അനുഭവ സമ്പത്ത് കൊണ്ട് മുന്നിലാണെങ്കിലും നിലവിലെ ഫോമും ലോകോത്തര ബൗളർമാരെ നിലംപരിശാക്കുന്ന ബാറ്റിംഗ് ശൈലിയും രജത് പട്ടിദാറിനെ ഒരു ഡാർക്ക് ഹോഴ്സ് ആക്കി മാറ്റുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പട്ടിദാർ കാഴ്ചവെച്ച ആ ഇന്നിംഗ്സ് വെറും ഒരു അർദ്ധ സെഞ്ചുറി മാത്രമല്ല, അത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിലേക്കുള്ള ഒരു പുതിയ വഴിത്തിരിവാണ്. റഷീദ് ഖാന്റെ സ്പിന്നും റബാഡയുടെ പേസും ഒരുപോലെ തകർത്ത പട്ടിദാറിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്ന അശ്വിന്റെ വിലയിരുത്തൽ 100% ശരിവെക്കുന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ. സഞ്ജുവിനും ശ്രേയസിനും ഒപ്പം പട്ടിദാർ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ T20 ടീമിന്റെ നായകസ്ഥാനത്തിനായുള്ള മത്സരം കൂടുതൽ ആവേശകരമായി മാറുകയാണ്.